വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അന്ത്യം വരെയും ചിറകിൻ മറവിൽ എന്നെ കരുതും ഗുരുവേ. അന്ത്യം വരെയും ചിറകിൻ മറവിൽ എന്നെ കരുതും ഗുരുവേ. അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. വോയിസ് ഓഫ് ലവിൽ ഈ പ്രഭാതത്തിൽ ദൈവം തന്ന വചനം സങ്കീർത്തനങ്ങൾ 15 1 വാക്യമാണ്. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആര് പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആര് വസിക്കും? ഈ നമ്മള് ലോകത്തിൽ പല കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. എങ്ങനെ കുടുംബം, എങ്ങനെ തലമുറയെ വളർത്താം, എങ്ങനെ ഇന്നത്തെ കാര്യങ്ങൾ നേടാം. ഒട്ടും ചിന്തിക്കാത്തൊരു ചിന്ത പറയുക, യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ആർ വസിക്കും? ഈ ദാവീദ് ഈ സങ്കീർത്തനം എഴുതുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ ഒത്തിരി ചരിത്രം അദ്ദേഹം കേട്ടിട്ടുണ്ട്. ഈ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ആർക്കും ചെല്ലാൻ പറ്റില്ല. ഈ ജനമൊക്കെ ഒത്തിരി താഴ്വരയിൽ നിന്ന് ആ ദൈവത്തെ കാണുന്നേ. അപ്പൊ പല കാര്യങ്ങളും അവർക്ക് നേടാൻ പറ്റും, പക്ഷേ ഈ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലാൻ പറ്റത്തില്ല. അപ്പൊ അത് അദ്ദേഹത്തെ അലട്ടി. അപ്പൊ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ എങ്ങനെ ദൈവത്തിൻ്റെ അടുക്കൽ, ആ ദൈവത്തിൻ്റെ കൂടാരത്തിൽ പാർക്കാൻ പറ്റും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കുഞ്ഞുങ്ങളെക്കുറിച്ചും വീടിനെക്കുറിച്ചും ജോലിയെക്കുറിച്ചും ഒക്കെ ചിന്തിച്ച് നമ്മളിങ്ങനെ തീ പിടിച്ച് നടക്കുക. പക്ഷേ ചില നല്ല ചിന്തകൾ നമ്മുടെ അകത്ത് വരട്ടെ. അത് ഉയരത്തിലെ ചിന്തകളാണ്. അത് ദൈവവുമായി ബന്ധപ്പെട്ട ചിന്ത. എങ്ങനെ എനിക്ക് കർത്താവിൻ്റെ കൂടെ നടക്കാൻ പറ്റും? എനിക്ക് എങ്ങനെ കർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റും? ഹാനോക്ക് എങ്ങനെയാ കർത്താവിൻ്റെ കൂടെ നടന്നേ? ആ കൂടാരത്തിൽ എങ്ങനെ വസിക്കാൻ പറ്റും? എങ്ങനെ ദൈവത്തിനൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും? നല്ല ചിന്തകളിൽ നിന്നാണ് നല്ല സ്വഭാവങ്ങൾ, നല്ല പ്രവൃത്തികൾ എല്ലാം ഉടലെടുക്കുന്നത്. അപ്പം ഒരു നല്ല ജീവിതം വേണമെങ്കിൽ ഒരു നല്ല സ്വഭാവം ആവശ്യമാണ്. ഒരു നല്ല സ്വഭാവം ആവശ്യമാണെങ്കിൽ നല്ല പ്രവൃത്തികൾ ആവശ്യം. നല്ല പ്രവൃത്തികൾ ആവശ്യമാണെങ്കിൽ നല്ല ചിന്തകൾ നമുക്ക് ആവശ്യം. അപ്പൊ എല്ലാത്തിൻ്റെയും ആരംഭം ചിന്തകളാണ്. കർത്താവ് നമ്മുടെ ചിന്തകളെ ഒത്തിരി പണിതെടുക്കുവാൻ വിട്ടുകൊടുക്കണം. ഇങ്ങനത്തെ ചിന്തകളൊക്കെ നമ്മുടെ മേലുണ്ടാകട്ടെ. നിന്റെ കൂടാരത്തിൽ ആറാ പാർക്കുന്നേ. പക്ഷെ ഇന്ന് നിങ്ങൾ പറയണം, ദാവീദ് പറഞ്ഞ പോലെ പറയണം, ഞാൻ അവന്റെ കൂടാരത്തിൽ ദീർഘകാലം വസിക്കും. 15 സങ്കീർത്തനത്തിൽ നമ്മളത് കാണുന്നെങ്കിൽ 23 സങ്കീർത്തനത്തിൽ പറയാം, ഞാൻ അവന്റെ കൂടാരത്തിൽ ദീർഘകാലം. അപ്പൊ എന്തെങ്കിലും ഒരു ചിന്തകൾ നിങ്ങളുടെ അകത്ത് ദൈവവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് അധ്യായങ്ങൾ കഴിയുമ്പോൾ അതിന് ഉത്തരം കിട്ടും. അത് നിങ്ങൾ തന്നെ പറയും. യെസ്, നിങ്ങളുടെ ചിന്തകൾക്കും നിങ്ങളുടെ സംശയങ്ങൾക്കും എല്ലാം ദൈവം ഉത്തരം തരുന്നു. വലിയ നല്ല ചിന്തകളാൽ ദൈവം നിങ്ങളെ നിറയ്ക്കാൻ പോവാം. ഭൂമിയുള്ളതല്ല, ഉയരത്തിലുള്ള തന്നെ ചിന്തിക്കാൻ. നശിച്ചു പോകുന്നല്ല, നശിക്കാത്തത് ചിന്തിക്കാൻ കർത്താവ് നമ്മെ ഒരുക്കാൻ പോവാണ്.
താങ്ക് യു. ഇന്നത്തെ ഈ വചനം നമ്മുടെ മൈൻഡിനെ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കാൻ ദൈവം തരികയാണ്. യെസ്, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. യേശുവെ, ഇന്ന് രാവിലെ ഞങ്ങൾക്ക് നൽകിയ പ്രബോധനത്തിനായി സ്തോത്രം ചെയ്യും. നല്ല ബുദ്ധി ഉപദേശത്തിനായി സ്തോത്രം ചെയ്യും. യേശുവെ, ഞങ്ങളുടെ ചിന്തകൾ ഏറ്റവും വിശേഷതയുള്ളതായി മാറട്ടെ. കർത്താവേ, ഞങ്ങളുടെ സ്വഭാവങ്ങളെ രൂപീകരിക്കുന്ന, ഞങ്ങളെ ഏറ്റവും നല്ല വ്യക്തികളാക്കി മാറ്റുന്ന, ദൈവത്തോട് അടുപ്പിക്കുന്ന നല്ല ചിന്തകൾ ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ചിന്താ മണ്ഡലത്തെ ഞങ്ങൾ ദൈവത്തിങ്കിലേക്ക്, കരങ്ങളിലേക്ക് നൽകി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ചിന്തകളെ പണിതെടുക്കണമേ. ഏറ്റവും കൂടുതൽ സമയം അങ്ങയോട് കൂടെ ആയിരിക്കാൻ, അങ്ങയുടെ സാന്നിധ്യത്തിലായിരിക്കാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. അങ്ങനെ ഒരു ആഗ്രഹവും അങ്ങനെ ഒരു കൊതിയും ഞങ്ങൾക്ക് നൽകണമേ കർത്താവെ. അങ്ങയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ചിന്തകളെ അങ്ങ് രൂപീകരിച്ച് രൂപാന്തരം നൽകി കർത്താവെ നല്ല വ്യക്തിത്വത്തിന് ഉടമയാക്കി മാറ്റുന്ന വലിയ സ്നേഹത്തിന് നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നല്ല ചിന്തകളാൽ ദൈവം നിങ്ങളെ മനസ്സിനെ ദൈവം പണിതെടുക്കട്ടെ. ആകുല ചിന്തകളും നിരാശയുടെ ചിന്തകളും ഉപജീവന ചിന്തകളും അതെല്ലാം നമ്മുടെ അകത്തു നിന്ന് മാറി ഉയരത്തിലെ ചിന്തകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ പോവാണ്. യേശുവെ, ഞങ്ങൾ ഒരിക്കൽ കൂടെ കുടുംബമായിട്ട് പ്രിയ മക്കളെ ബ്ലെസ് ചെയ്യുന്നു. ഇന്ന് ഈ രാവിലെയും ഈ വചനം കേൾക്കാൻ സമയം കണ്ടെത്തി ഈ വചനം കേൾക്കാൻ ഈ പ്രിയപ്പെട്ടവർ കാണിച്ച ഈ മനസ്സിനെ കർത്താവ് ഓണർ ചെയ്യണേ. അവർക്കൊരു അനുഗ്രഹം ഇന്നത്തെ ദിവസം ഉണ്ടാകട്ടെ. അവർ സുരക്ഷിതമായിരിക്കട്ടെ. ആകുല ചിന്തകളാലും വ്യാകുല ചിന്തകളാലും അവരുടെ മനസ്സ് പതറിപ്പോകാതെ ഉന്നതകരമായ ഘനമേറിയ ചിന്തകളാൽ അവർ നിറയട്ടെ. അവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ യേശു നാമത്തിൽ. ഇന്ന് പറയണം, ഞാൻ ഉയരത്തിലെ ചിന്തകളാൽ നിറഞ്ഞിരിക്കും. ദൈവത്തിൻ്റെ കൂടെ ഞാൻ വസിക്കാൻ എന്നെ വിളിക്കപ്പെട്ടിരിക്കുന്നു. യെസ്, നല്ല കാര്യങ്ങൾ പറയാം, നല്ല കാര്യങ്ങൾ ചിന്തിക്കാം. ഗോഡ് ബ്ലെസ് യു. ഷാലോം.